എല്ലാവർക്കും നമസ്കാരം. കുറേ ദിവസങ്ങളായി കഥകളി ശേഖരത്തിൽ വന്നിട്ട്, പക്ഷേ കഥകളി ശേഖരത്തിൽ വരുന്ന എല്ലാ പരിപാടികളും കാണാൻ സാധിക്കാറുണ്ട്. ഈ മഹാമാരിയിൽ പലരും വന്ന് കഥകളി ശേഖരത്തിൽ പാടി പല കലാ ആസ്വാദകരെയും വളരെയധികം മാനസികമായി സന്തോഷിപ്പിച്ചും സമാധാനിപ്പിച്ചും കൊണ്ടിരിക്കുകയാണ് ഈ കഥകളി ശേഖരത്തിലൂടെ സംഗീതാമൃതം ഒഴിച്ച്. നല്ലൊരു കാര്യമാണ് കലാകാരന്മാർ ചെയ്യുന്നത്. ഒരുപാട് ആളുകൾക്ക് ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ സാന്ത്വനം കൊടുക്കുക എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ നമസ്കാരം. എൻ്റെ മകൾ കൃഷ്ണേന്ദു ഉണ്ട്, മകൾ കീർത്തനയുണ്ട്. ഇന്നിവിടെ മൃദംഗം വായിക്കാൻ അക്ഷയ് കുമാർ കോങ്ങാട് എൻ്റെ മരുമകനാണ്. ഞങ്ങളെല്ലാവരും കൂടി നിങ്ങളുടെ മുന്നിൽ കുറച്ചു നേരം സംഗീതം കൊണ്ട്, അല്ലെങ്കിൽ സംഗീതത്തെ ഉപാസിച്ചുകൊണ്ട്, അല്ലെങ്കിൽ സംഗീതത്തെ ഇവിടെ ചെയ്തുകൊണ്ട് നമുക്കൊന്നിച്ച് ഇരിക്കാം. കാരുണ്യാമൃതവാരിധി കാരുണ്യാമൃതവാരിധി കരലസൽ കോദണ്ഡബാണോ കോദണ്ഡബാണോ ബാണോജ്വലം സീതാ ചിത്തസരോജബാലമിഹിരം ഭൂമ ദള ശ്യാമളം ശ്രീമൽ വായുസുതേന ലാളിത പദാംബോജം ലാളിത പദാംബോജം ലാളിത പദാംബോജം പരം ദൈവ ശ്രീരാമം 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 ഹൃദി സാനുജം ശുഭകരം വില്വാദ്രിനാദം വില്വാദ്രിനാദം വില്വാദ്രിനാദം
ഇന്നത്തെ ദിവസം ഒരു പ്രത്യേക ദിവസമാണ്. കോട്ടക്കൽ ശിവരാമൻ നായരാശാൻ്റെ അനുസ്മരണ ദിനമാണ് ഇന്ന്. ഓർമ്മ എന്ന പേരിൽ ഇന്ന് കാറൽമണ്ണ സാധാരണ ഗംഭീരമായിട്ട് പരിപാടികൾ ആഘോഷിക്കാറുണ്ട്. ഇത്തവണ കാറൽമണ്ണ ട്രസ്റ്റ് അത് ചുരുക്കി ഒരു ലൈവ് പ്രോഗ്രാം ആയിട്ടാണ് അതിനെ തീരുമാനിച്ചിട്ടുള്ളത്. അത് അല്പസമയത്തിനുള്ളിൽ നടക്കാൻ പോവുകയാണ്. എന്തായാലും ശിവരാമൻ നായരാശാനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ വരികയാണ്. എന്നെ വലിയ ഇഷ്ടമായിരുന്നു. ഒരുപാട് ഉപദേശങ്ങൾ പാട്ടിലും പദം മുറിക്കുന്നിടത്തും. ഇപ്പോഴും ആലോചിക്കുകയാണ്, വെള്ളിനഴിയിൽ കചദേവയാനി ചരിതം നടക്കുന്ന സമയത്ത് കഥാചിതേകാന്ത് എന്നുള്ള ശ്ലോകം ഞാൻ പാടിയ സമയത്ത് അദ്ദേഹം എല്ലാം കഴിഞ്ഞ് കഥകളിയൊക്കെ കഴിഞ്ഞ് എന്നെ അടുത്ത് പിടിച്ചിരുത്തി പറഞ്ഞു, ആ ശ്ലോകം ഇങ്ങനെ മുറിക്കണം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം അത് പറഞ്ഞു തന്ന ഉപദേശങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ ഇപ്പോൾ അങ്ങനെ പൊങ്ങി വരികയാണ്. അദ്ദേഹം പിന്നെ എനിക്ക് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്, എന്നെ എത്ര കണ്ട് ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് അതിൽ നിന്ന് തന്നെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. കോട്ടയ്ക്കൽ ഉത്സവത്തിന് വന്നപ്പോൾ എന്നെ അദ്ദേഹം വിളിപ്പിച്ചിട്ട് എന്നോട് പറഞ്ഞു, എനിക്ക് എൻ്റെ വീട്ടിലൊന്ന് വരണം, എൻ്റെ വീട് കാണണം എന്ന് പറഞ്ഞിട്ട് ആശാൻ എന്നെയും കൊണ്ട് എൻ്റെ വീട്ടിലേക്ക് എൻ്റെ കൂടെ കോട്ടക്കൽ ശിവരാമൻ നായരാശാൻ വന്ന ആ ഒരു ദിവസം എനിക്ക് വലിയൊരു സന്തോഷം തരുന്ന ഒരു മഹാപ്രതിഭ. സ്ത്രീവേഷം എങ്ങനെ കൈകാര്യം ചെയ്യണം, അതെങ്ങനെ അരങ്ങത്ത് അവതരിപ്പിക്കണം എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുത്ത ഒരു വലിയൊരു പ്രതിഭ തന്നെയായിരുന്നു. ഗോപിയാശാനടക്കം ശിവരാമൻ നായരാശാനെ കുറിച്ച് പറയുന്ന സമയത്ത് എന്താ പറയേണ്ടതെന്ന് അദ്ദേഹത്തിന് തന്നെ ഞങ്ങളൊരു ദിവസം ഞാൻ ഇതിനു മുമ്പും അനുസ്മരിച്ചിട്ടുണ്ട്. കാറിൽ വരുന്ന സമയത്ത് ശിവരാമൻ ആശാനെ കുറിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ ഇന്നും എൻ്റെ മനസ്സിൽ കേൾക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഓർമ്മയ്ക്ക് മുമ്പിൽ അദ്ദേഹം അവസാനമായി കോട്ടയ്ക്കൽ വിശ്വംഭര ക്ഷേത്ര സന്നിധിയിലാണ് നളചരിതം 3-ാം ദിവസത്തിലെ ദമയന്തിയുടെ ഒരു പദം അദ്ദേഹം കളിച്ചു. ദമയന്തിയായിട്ടാണ് വേഷം കെട്ടിയത്. ആ വേഷം കഴിഞ്ഞ് യാമിയും കഴിഞ്ഞ് സുദേവനെ അവിടെ നിന്നും യാത്രയാക്കിയിട്ട് അദ്ദേഹം വിശ്വംഭരൻ്റെ ആ മുന്നിൽ വിശ്വംഭര സ്വാമിയുടെ മുന്നിൽ അദ്ദേഹം സാഷ്ടാംഗം പ്രണമിച്ച, ആ വേഷത്തോടുകൂടി നമസ്കരിച്ച ഒരു സമയമുണ്ടായിരുന്നു. അത് എല്ലാവരുടെയും കണ്ണുകളെ ഈർന്നണിയിച്ച ഒരു സന്ദർഭമായിരുന്നു. കാരണം ആരും പ്രതീക്ഷിച്ചില്ല അങ്ങനൊരു കാര്യം അവിടെ നടക്കുമെന്ന്. പക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നിയതാണ്. ആ സുദേവനെ യാത്രയയച്ച്, കോട്ടക്കൽ കേശവേട്ടൻ്റെ സുദേവനായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് അദ്ദേഹം സാഷ്ടാംഗം നമസ്കരിച്ചാണ് അവിടെ നിന്നും പോയത്. കാരണം എന്ത് കാര്യത്തിനും അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ കോട്ടക്കൽ എന്നല്ലാതെ ഒരു വർത്തമാനത്തിൽ എവിടെയെങ്കിലും നമുക്ക് കാണാതിരിക്കാൻ സാധിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ആ ദമയന്തിക്ക് അവസാനമായി പാടാൻ ഒരു ഭാഗ്യം കൂടി എനിക്ക് സാധിച്ചു. അതൊക്കെ ജീവിതത്തിൽ എന്നും മറക്കാൻ പറ്റാത്ത ചില അനുഭവങ്ങളാണ്. അതുകൊണ്ട് ഞാനിവിടെ അന്ന് അവസാനമായി കളിച്ച ശിവരാമാശൻ അവസാനമായി കളിച്ച ആ ദമയന്തിയുടെ കരണീയം എന്ന് തുടങ്ങുന്ന പദം ഇവിടെ ആലപിക്കുക. കരണീയം
മണ്ടി പണ്ടു ധരണിയിൽ നീ മണ്ടി പണ്ടു ധരണിയിൽ നീ മണ്ടി പണ്ടു പാദശാസനം കൈക്കൊണ്ടു പാദശാസനം കൈക്കൊണ്ടു തദനു ചേരി പുരീപ്പുക്കൂ തദനു ചേരി പുരീപ്പുക്കൂ തദനു ചേരി പുരീപ്പുക്കൂ നീയല്ലേ കണ്ടു പുരിപോകൂ നീയല്ലേ കണ്ടു പുരിപോകൂ നീയല്ലേ കണ്ടു കരണീയം ഞാൻ ഒന്നു ചൊല്ലുക അവിടുന്നെന്നെ കൊണ്ടുപോന്നു അവിടുന്നെന്നെ കൊണ്ടുപോന്നു അവിടുന്നെന്നെ കൊണ്ടുപോന്നു താതവാദ സന്നിധി ചേർന്നു താതവാദ സന്നിധി ചേർന്നു ആരദോർത്തു ദൈവഗതി ആരദോർത്തു ദൈവഗതി ആരദോർത്തു ദൈവഗതി ആരദോർത്തു ദൈവഗതി ഗതിയല്ലേ മേരി നീ ദേവ കരണീയം ഞാൻ ഒന്നു ചൊല്ലുക ഇവിടെ നിന്നു നടകൊണ്ടു ഇവിടെ നിന്നു നടകൊണ്ടു ഇവിടെ നിന്നു നടകൊണ്ടു മൃദുവർണ്ണ ഭൂവനെ കണ്ടു മൃദുവർണ്ണ ഭൂവനെ കണ്ടു സബലിദോഷം പൂജ കൈക്കൊണ്ടു സബലിദോഷം പൂജ കൈക്കൊണ്ടു സബലിദോഷം പൂജ കൈക്കൊണ്ടു സദസ്യം പൂണ്ടു കൈകൊണ്ടു കരണീയം ഞാൻ ഒന്നു ചൊല്ലുക സമയഭേദം നോക്കി കണ്ടു സമയഭേദം നോക്കി കണ്ടു സഭയിലോ ചൊല്ലി കൊണ്ടു സഭയിലോ ചൊല്ലി കൊണ്ടു സാധുശീല പരിഗ സാധു
വരിക നീ വീണ്ടും വൈകാതെ കണ്ടു നീ വീണ്ടും വൈകാതെ കണ്ടു നീ വീണ്ടും വൈകാതെ കണ്ടു നമുക്കതു കൊണ്ടു ഉപകാരം നമുക്കതു കൊണ്ടു ഉപകാരം നമുക്കതു കൊണ്ടു ഉപകാരം നമുക്കതു കൊണ്ടു ഉപകാരം നൈഷത ദർശനം സാരം നൈഷത ദർശനം സാരം നിനക്കുള്ളേ നീരസോപാരം നിനക്കുള്ളേ നീരസോപാരം നിനക്കുള്ളേ നീരസോപാരം നിനക്കുള്ളേ നീരസോപാരം നിത്യ സഞ്ചരം പാരം നിത്യ സഞ്ചരം പാരം നിത്യ സഞ്ചരം കരണീയം ഞാനൊന്നു കൊല്ലുവൽ കേൾക്ക സുദേവ സുദേവ അടുത്തതായി കീചകവധം ഇരയിമ്മൻ തമ്പിയുടെ കീചകവധം കഥയിലെ ഒരു പദമാണ്. സാദരം നീ കീചകൻ മാലിനിയോട്, മാലിനി വന്നാൽ പാഞ്ചാലി, വേഷം മാറി വന്നാണ് മാലിനി. അജ്ഞാതവാസക്കാലത്ത് വിരാട രാജധാനിയിൽ താമസിക്കുന്ന പാണ്ഡവരുടെ പത്നിയായ പാഞ്ചാലി മാലിനി എന്ന പേരിലാണ് അവിടെ അറിയപ്പെട്ടിരുന്നത്. ആ മാലിനിയോട് സുദേഷ്ണയുടെ സഹോദരനായിട്ടുള്ള കീചകൻ പ്രേമാഭ്യർത്ഥന നടത്തിയത്. മാലിനി രുചരഗുണശാലിനി കേൾക്ക നീ മാൽ ഇനിമേൽ വരാതവ മാനിനിമാർ മൗലി മല്ലീശരവില്ലിനോട് മല്ലിടുന്ന നിന്റെ ചില്ലിയിലത കൊണ്ട് എന്നെ തല്ലിടായക ധന്യ എന്ന് പറയും. അതിന് മറുപടിയായി മാലിനി പറയാണ്, നിന്റെ ഈ വാക്കുകളൊന്നും വില പോവില്ല, നീ ആരോടാ സംസാരിക്കണത് എന്ന് നോക്കണം. എനിക്ക് 5 ഭർത്താക്കന്മാരുണ്ട്, അവർ ഇതറിഞ്ഞാൽ പിന്നെ തന്നെ ജീവനോട് ഇരുത്തില്ല എന്നെല്ലാം പറഞ്ഞ് മാലിനി കീചകനെ ഗുണദോഷിക്കുക. ആ ഒരു പദമാണ് വേഗട രാഗത്തിൽ സാദരം നീ ചൊല്ലൊരു മൊഴിയതു സാധുവല്ല കുമതേ എന്ന്
na 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 na
കരുണ കുറയ്ക്കും കലശൽ ഭവിക്കും
രുക്മാംഗത ചരിതത്തിലെ രുക്മാംഗതന്റെ വ്രതം മുടക്കുവാനായിക്കൊണ്ട് മോഹിനി വരുന്നു. അങ്ങനെ രുക്മാംഗതൻ കാട്ടിൽ വെച്ച് മോഹിനിയെ കാണുന്നു. മോഹിനിയുമായി രാജകൊട്ടാരത്തിൽ പോകുന്നു. തൻ്റെ ആഗ്രഹങ്ങൾക്കൊന്നും എതിര് നിൽക്കില്ല എന്നുള്ള സത്യം മോഹിനി രുക്മാംഗതനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. അങ്ങനെ ഒരു ദിവസം ഏകാദശി വ്രതം അനുഷ്ഠിക്കാൻ വേണ്ടി രുക്മാംഗത മഹാരാജാവ് തയ്യാറായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മോഹിനി വന്ന് തന്നോടൊപ്പം കാമകേളികൾ ആടുവാൻ വേണ്ടി നിർബന്ധിക്കുന്നു. അങ്ങനെയാണ് കഥ പോകുന്നത്. പക്ഷേ ഇപ്പോൾ ഇവിടെ പാടാൻ പോകുന്നത് ഈ ഏകാദശി ഒരു വലിയ ആഘോഷമായിട്ടാണ് രുക്മാംഗത മഹാരാജാവ് നടത്തുന്നത്. അതിലേക്ക് കുറച്ച് ബ്രാഹ്മണർ രുക്മാംഗതൻ്റെ കൊട്ടാരത്തിലേക്ക് പോകുന്ന വഴി കണ്ടുമുട്ടി അവർ തമ്മിലുള്ള സംഭാഷണങ്ങൾ ആണ് ഈ പദത്തിൽ ഉദ്ദേശിക്കുന്നത്. കേട്ടില്ലേ ഭൂദേവന്മാർ, കേട്ടില്ലേ ഭൂദേവന്മാരെ ഭൂവൻ, കേട്ടില്ലേ ഭൂദേവന്മാരെ ഭൂവൻ, കേട്ടില്ലേ ഭൂദേവന്മാരെ ഭൂവൻ, കേട്ടില്ലേ ഭൂദേവന്മാരെ ഭൂവൻ, കാട്ടിനോരു നായാട്ടിനു പോയപ്പോൾ, കാട്ടിനോരു നായാട്ടിനു പോയപ്പോൾ, കിട്ടിപ്പോൾ നല്ലൊരു പെണ്ണ്, കിട്ടിപ്പോൾ നല്ലൊരു പെണ്ണ്, കിട്ടിപ്പോൾ നല്ലൊരു പെണ്ണ്, കിട്ടിപ്പോൾ നല്ലൊരു പെണ്ണ്, അഹന്ത കേട്ടു ഞാൻ വിപ്ര നല്ല, അഹന്ത കേട്ടു ഞാൻ വിപ്ര നല്ല, അഹന്ത കേട്ടു ഞാൻ വിപ്ര നല്ല, മോഹിനിയെന്നുപോൽ നാമമവൾക്കു, മോഹിനിയെന്നുപോൽ നാമമവൾ, അതിമോഹന ഗാത്രി പോൽക്കൻ, അതിമോഹന ഗാത്രി പോൽക്കൻ, മോഹന ഗാത്രി പോൽ കണ്ട
രാപ്പകൽ മോഹിനിയോടു ഭൂവൻ രാപ്പകൽ മോഹിനിയോടു ഭൂവൻ പുഷ്പേഷു കേളി വിനോദനെപ്പോഴും പുഷ്പേഷു കേളി വിനോദനെപ്പോഴും പുഷ്പേഷു കേളി വിനോദനെപ്പോഴും പുഷ്പേഷു കേളി വിനോദനെപ്പോഴും താൽപര്യോ മറ്റൊന്നില്ല താൽപര്യോ മറ്റൊന്നില്ല താൽപര്യോ മറ്റൊന്നില്ല താൽപര്യോ മറ്റൊന്നില്ല താൽപര്യോ മറ്റൊന്നില്ല രാപ്പകൽ മോഹിനിയോടു ഭൂവൻ രാപ്പകൽ മോഹിനിയോടു ഭൂവൻ പുഷ്പേഷു കേളി വിനോദനെപ്പോഴും താൽപര്യം മറ്റൊന്നില്ല താൽപര്യം മറ്റൊന്നില്ല മോഹിനിയോടു ചെവിട്ടു ഭൂവൻ മോഹിനിയോടു ചെവിട്ടു ഭൂവൻ മോഹിനിയോടു ചെവിട്ടു ഭൂവൻ ഏകാദശി വ്രതലോപം ചെയ്യുന്നില്ല ഏകാദശി വ്രതലോപം ചെയ്യും ശ്ലാഘനീയൻ ഭൂമിപാലൻ ശ്ലാഘനീയൻ ഭൂമിപാലൻ ശ്ലാഘനീയൻ ഭൂമിപാലൻ ശ്ലാഘനീയൻ ഭൂമിപാലൻ ശ്ലാഘനീയൻ ഭൂമിപാലൻ ഭൂദേവ പോകലാം വേഗലങ്ങു ഭൂദേവ പോകലാം വേഗലങ്ങു ദ്വാദശിയൂട്ടി ഇളവൈ പാറായി ദ്വാദശിയൂട്ടിനും ഇളവൈ പാറായി ദ്വാദശിയൂട്ടിനും ഇളവൈ പാറായി ദ്വാദശിയൂട്ടിനും ഇളവൈ പാറ സാഗീതവാസിനി വേദ സാഗീതവാസിനി പോരുന്നേ ഞാൻ ഭൂമിദേവ ഭൂവൻ പോരുന്നേ ഞാൻ ഭൂമിദേവ ഭൂവൻ ഭൂരിതലങ്ങളും വസ്ത്രങ്ങളും നൽകും ഭൂരിതലങ്ങളും വസ്ത്രങ്ങളും നൽകും ഭൂരിതലങ്ങളും വസ്ത്രങ്ങളും നൽകും ഭൂരിതലങ്ങളും വസ്ത്രങ്ങളും നൽകും ആരണന്മാർക്കെല്ലാം മോദാൻ ആരണന്മാർക്കെല്ലാം മോദാൻ ആരണന്മാർക്കെല്ലാം മോദാൻ ആരണന്മാർക്കെല്ലാം മോദാൻ ആരണന്മാർക്കെല്ലാം മോദാൻ ആരണന്മാർക്കെല്ലാം
സന്താനഗോപാലം കഥയിലെ ഒരു പദമാണ് അടുത്തായി പാടുന്നത്. ബ്രാഹ്മണൻ അർജുനൻ്റെ വാക്കുകൾ കേട്ട് തൻ്റെ അടുത്ത് ജനിക്കാൻ പോകുന്ന കുട്ടിയെ രക്ഷിച്ചു കൊള്ളാമെന്ന് അർജുനൻ ബ്രാഹ്മണന് വാക്കു കൊടുക്കുന്നു. ആ വിവരം ബ്രാഹ്മണൻ തൻ്റെ പത്നിയെ വന്ന് അറിയിക്കുന്നു. കൃഷ്ണൻ്റെ സഹോദരി ഭർത്താവായിട്ടുള്ള അർജുനൻ ഭവതിക്ക് അടുത്ത് ജനിക്കുന്ന കുട്ടിയെ രക്ഷിച്ചു തരാമെന്ന് ശപഥം ചെയ്തിട്ടുണ്ട്, ഇല്ലെങ്കിൽ അഗ്നിയിൽ ചാടി ആത്മഹത്യ ചെയ്യും എന്ന് ഉറപ്പ് തന്നിട്ടുണ്ട് എന്നുള്ള വിവരം ബ്രാഹ്മണൻ പത്നിയെ അറിയിക്കുന്നു. എങ്കിലും പത്നിക്ക് സമാധാനമാവുന്നില്ല. വിധിമതം നിരസിച്ചിടാമോ വിദഗ്ധന്മാർക്കും. ഒരാളെയും വിധിമതം ആർക്കും തള്ളിക്കളയാൻ പറ്റില്ല, നിരസിക്കാൻ പറ്റില്ല എന്ന് ബ്രാഹ്മണവത്തി പത്നി ബ്രാഹ്മണനോട് പറയുന്നത്. ഗാനമൂർത്തി രാഗത്തിലാണ് വിധിമാതോ നിരസിച്ചിടമോ വിധിമാതോ നിരസിച്ചിടമോ
അടുത്തതായി കൃഷ്ണേന്ദുവും കീർത്തനയും കൂടി ഒരു പദം നളചരിതം 1-ാം ദിവസത്തിലെ കമാസ് രാഗത്തിലുള്ള കണ്ടേൻ നികടെ എന്ന് തുടങ്ങുന്ന പദം.
ദക്ഷയാഗം കഥയിലെ ഒരു പദമാണ്. നന്ദികേശ്വരൻ ശിവനെ വിചാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പദം. ദക്ഷൻ ശിവനെ കാണാൻ കൈലാസത്തിലേക്ക് പോകുന്ന സമയത്ത് ദക്ഷന്റെ അഹങ്കാരം ശമിപ്പിക്കാൻ വേണ്ടി നന്ദികേശ്വരൻ ഗോപുരവാതിൽക്കൽ ദക്ഷനെ തടയുന്നു. അവർ തമ്മിൽ വാഗ്വാദം നടക്കുന്ന ആ രംഗത്തിന് മുന്നോടിയായിട്ടുള്ള നന്ദികേശ്വരൻ്റെ വിചാരപദം. ആരാണ് ദൂരത്തു നിന്നും ഒരാൾ അമ്പും വില്ലും ഏന്തി ഒരു അഹങ്കാരിയെ പോലെ നടന്നു വരുന്നത് എന്ന് ചിന്തിക്കുന്നു നന്ദികേശ്വരൻ. അവസാനം മനസ്സിലാവുകയാണ് അത് ദക്ഷ പ്രജാപതിയാണ് എന്ന് നന്ദികേശ്വരൻ മനസ്സിലാവുക. സാരംഗം രാഗം. ശങ്കരഗിരീന്ദ്ര ശിഖരേ
ദക്ഷനിവൾ ചതുരാനനന്റെ തനയൻ ദക്ഷനിവൾ ചതുരതയോടിക വരുന്നു ചതുരതയോടിക വരുന്നു അതിമാത്രം ഇവനുടയ അതിമാത്രം ഇവനുടയ മതിയതിൽ വളർന്നുള്ള അതിമാത്രം ഇവനുടയ മതിയതിൽ വളർന്നുള്ള മതമാശു നീട്ടിയിടും മതമാശു നീട്ടിയിടുവതിനില്ല സന്ദേഹം മതമാശു നീട്ടിടുവനതിനില്ല സന്ദേഹം മതമാശു നീട്ടിടുവനതിനില്ല സന്ദേഹം സുന്ദര ഗിരീശ ഭഗവൻ തവ ചരണ ഗര ഗിരീശ ഭഗവൻ തവ ചരണ ചങ്കര ഗിരീശ ഭഗവൻ തവ ചരണ പങ്കജമഹം തൊഴുന്നേ തവ ചരണ പങ്കജമഹം തൊഴുന്നേ തവ ചരണ പങ്കജമഹം തൊഴുന്നേ. ഇത് കഥകളിയിലെ ഈ താള സമ്പ്രദായത്തിലല്ല പാടുക, ചെമ്പ താളത്തിലാണ് പാടുക. ഇത് കർണാടക സംഗീതത്തിൽ പിടിക്കുന്ന ചെമ്പയാണ്. ಎಂದ ಭಾಗ್ಯಮೂಮ ಬರಕಲ್ಗೆ ದೇವೆ ಎಂದ ಭಾಗ್ಯಮೂಮ ಬರಕಲ್ಗೆ ದೇವೆ ಎಂದ ಭಾಗ್ಯಮೂಮ ಬರಕಲ್ಗೆ ದೇವೆ ಎಂದ ಭಾಗ್ಯಮೂಮ ಬರಕಲ್ಗೆ ದೇವೆ Aluga
കസ്തൂരി തിലകം ലലാടബലഗേ കസ്തൂരി തിലകം ലലാടബലഗേ വക്ഷസ്ഥലേ കൗസ്തുഭം നാസാഗ്രേ നാസാഗ്രേ നവമൗക്തികം കരതലേ വേണും കരേ കങ്കണം സർവാംഗേ 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 ഹരിചന്ദനൗ ചകലയൻ കണ്ടേ മുക്താവലി ഗോപശ്രീ 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 പരിവേഷ്ടിതോ പരിവേഷ്ടിതോ വിജയതേ ഗോപാലചൂടാമണി വിജയതേ 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 ഗോപാല ചൂടാമണി കരുണ വിദേഹി മയി കൃഷ്ണ കരുണ വിദേഹി മയി കൃഷ്ണ കരുണ വിദേഹി മയി ശരണാഗതോസ്മി തവ ചരണയുഗളം കൃഷ്ണ കരുണാവിദേഹി മയി ശരണാഗതോസ്മി തവ ചരണയുഗളം കൃഷ്ണ കരുണാവിദേഹി മയി
ഇത്രയും നേരം കഥകളി ശേഖരത്തിൽ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാ കഥകളി ആസ്വാദകർക്കും കലാ ആസ്വാദകർക്കും ഞങ്ങളുടെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അവസാനം തോടയത്തിലെ മംഗളം പത്മാവല്ലഭ പാടി ഈ ലൈവ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ശേഷയാനം വിഹഗേശയാനം ദൂതാരിജാതം ശ്രിതപാരിജാതം ശേഷാലയേഷു കമലാലയേഷു ശ്രീപത്മനാഭം ഭജത അഞ്ജനാഭം പത്മാവല്ലഭ ബാലയ ഭഗവൻ പത്മാവല്ലഭ പത്മാവല്ലഭ ബാലയ ഭഗവൻ പത്മാവല്ലഭ ബാലയ ഭഗവൻ ചിൽപുരുഷാവിഭോ മുരമദന കൃഷ്ണ ചിൽപുരുഷാവിഭോ മുരമദന കൃഷ്ണ മൈഥിലി മോചന
देव किल्बिषनाशन शुभजनित देव जय जय पौगजनाभ हरे कृष्ण जय जय पौगजनाभ जय जय पौगजनाभ हरे कृष्ण जय जय पौगजनाभ हरे जय जय पौगजनाभ हरे कृष्ण जय जय पौगजनाभ हरे कृष्ण जय जय पौगजनाभ हरे कृष्ण जय जय पौगजनाभ श्रीकान्ताय मुकुन्दाय श्रीरस पुण्यवर्ष्मणे श्रीनिकेतनिवासाय श्रीनिवासाय मङ्गलं श्रीनिवासाय मङ्गलम्